Hi dears, welcome back to Xylem Learning. So, ഇന്നലത്തെ ക്ലാസ്സിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷണൽ പ്രോബിലിറ്റിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിടാൻ പറ്റുമോ എന്നുള്ളത്. സോ കണ്ടീഷണൽ പ്രോബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5 ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തേത് നമ്മളെ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ വരുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ കണ്ടീഷൻ, ഒരു കാര്യം നടന്നു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബി നടക്കാനുള്ള സാധ്യത എന്താണ്? ഞാൻ രാവിലെ 8 മണിക്ക് എണീറ്റിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് 9 മണിക്ക് ബസ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? സോ ഇത്തരത്തില് കണ്ടീഷൻ ഓൾറെഡി തന്നിട്ട് ഒരു പ്രോബിലിറ്റി കണ്ടെത്തുന്നതിനാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ എന്ന് നമുക്ക് കിട്ടും. ഇനി നേരെ ഓപ്പോസിറ്റ്, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി നമുക്ക് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി തന്നിട്ടുണ്ട്. എ ഗിവൺ ബി ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് രണ്ടും കണ്ടു നോക്കാം. അപ്പൊ എ ഗിവൺ ബിയും അതേപോലെ തന്നെ ബി ഗിവൺ എയും എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആൻഡ് ബി ഗിവൺ എ. എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ ആണ്. നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് നമ്മളെ ന്യൂമറേറ്റർ എന്താണ്? സെയിം ആണ് വരുന്നത്. ആൻഡ് ഗിവൺ കണ്ടീഷൻ എന്താണോ, ബി ആണെങ്കിൽ താഴെ ബി ആയിരിക്കും, എ ആണെങ്കിൽ താഴെ എന്താണ്? എ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി നമുക്കിവിടെ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നേരെ വാല്യൂസ് ഒക്കെ കൊടുക്കുക, ആൻസറിലേക്ക് എത്താം. ഇത്രയേ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ എ ആൻഡ് ബി നോക്കുകയാണെങ്കിൽ 1/5 ആണ് പ്രോബിലിറ്റി വരുന്നത്. 1/5 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 ആണ് വരുന്നത്. സോ നമ്മളിവിടെ അതിന്റെ റെസിപ്രോക്കൽ എടുക്കും. ഇവിടെ താഴെയുള്ള ആളെ നേരെ 5/3 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/3 ആണ് നമുക്ക് അവിടെ പ്രോബിലിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 തന്നെയാണ്. പ്രോബിലിറ്റി ഓഫ് എ ആണ്, അത് 2/5 ആണ് എന്ന് തന്നിട്ടുണ്ട്. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 1/5 ഇൻറ്റു 5/2. നേരെ താഴെയുള്ള ആളെ നമ്മൾ മുകളിലേക്ക് എന്താണ്? നേരെ തല കുത്തിനിടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്ത് വരും? ഈ 5ഉം 5ഉം ക്യാൻസലായി. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/2 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരാളാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ 2 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. അത് ഡിപ്പെൻഡന്റ് ഇവന്റ്സിന്റെ കേസിലാണ്. സോ ഇനി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് വട്ടം നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ എന്താണ്? ജസ്റ്റ് നമ്മളെ കണ്ടീഷണൽ പ്രോബിലിറ്റിന്റെ ആ ഒരു ഇക്വേഷൻ ഒന്നും ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമുക്കറിയാം ഇവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി കിട്ടും. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി തന്നെയാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ അതാണ് ഡിപ്പെൻഡന്റിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബിലിറ്റി തിയറമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു 3 ബോക്സുകൾ തരാണ്. 3 ബോക്സിലും ഗ്രീൻ കളർ ബോളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി എനിക്ക് ഒരു ഗ്രീൻ കളർ ബോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ വേണമെങ്കിൽ അത് ആദ്യത്തേതിൽ നിന്നാകാം, രണ്ടാമത്തേതിൽ നിന്നാകാം, അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ നിന്നാകാം. സോ ഈ എല്ലാ പ്രോബിലിറ്റീസും ചേർത്ത് വെച്ച് കഴിഞ്ഞാലാണ് എന്ത്? ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ 2 ഇവന്റ്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് പ്രോബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ A1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ A2. ഇനി ഈ 3 എണ്ണമാണ് വരുന്നെങ്കിലോ 3 ആൾക്കാർ കൊടുക്കുക. 4 എണ്ണം വരുന്നുണ്ടെങ്കിലോ അപ്പോൾ ഇവിടെ 4ാമത്തെ ആള് പ്രോബിലിറ്റി ഓഫ് A4 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ A4. അങ്ങനെ എത്ര എണ്ണം വരുന്നുണ്ടോ അത് ഇതേപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഓൺ ഉണ്ട്. ഓൺ 1 നോക്കുകയാണെങ്കിൽ 3 ഗ്രീൻ കളർ ബോൾസ് ഉണ്ട്, അതേപോലെ തന്നെ 5 റെഡ് കളർ ബോളുകൾ ഉണ്ട്. ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 8 ബോളുകളാണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഓൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 ഗ്രീൻ കളർ ബോൾ, 1 റെഡ്, 2 യെല്ലോ, 1 റെഡ് 2 യെല്ലോ, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ബോളുകളാണ് നമുക്ക് ഇവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. ഇനി ഇവിടെ എന്താ പറയുന്നത്? വി സെലക്ട് ആൻ ഏൺ അറ്റ് റാൻഡം ആൻഡ്
Then draw one ball at random from the urn. What is the probability that we obtain a green ball? രണ്ട് ബോക്സ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു. 2 ബോക്സ് തന്നിട്ടുണ്ട്, രണ്ടിലും ഗ്രീൻ കളർ ബോൾ ഉണ്ട്. ഞാൻ കണ്ണടച്ച് ഏതെങ്കിലും ഒരു ബോക്സ് ഞാൻ എടുക്കുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന ബോൾ എന്താണ്? ഗ്രീൻ ആകാനുള്ള സാധ്യത എത്രയാണ്? വേണമെങ്കിൽ ആദ്യത്തേതിൽ നിന്ന് എനിക്ക് ഗ്രീൻ കിട്ടാം, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചെടുക്കുന്ന രണ്ടാമത്തെ ആയിരിക്കാം. അപ്പോൾ ആദ്യത്തേതിൽ നിന്നുള്ള പ്രോബബിലിറ്റിയും രണ്ടാമത്തേതിലുള്ള പ്രോബബിലിറ്റിയും ആഡ് ചെയ്യാം. അപ്പം എന്താ ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടും. അങ്ങനെയാണ് ഈ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ എ എന്നുള്ളത് കുറച്ച് ആൾക്കാരെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എന്താണോ ഉള്ളത്, കോമൺ ആയിട്ട് എന്താണ്? ഗ്രീൻ കളർ ബോൾ എന്നുള്ളതാണ്. അപ്പോൾ എ എന്നുള്ളത് നമ്മളുടെ ഗ്രീൻ കളർ ബോൾ എന്നുള്ളതായിരിക്കും, ഗ്രീൻ ബോൾ. ഇനി നെക്സ്റ്റ് A1 എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് സെലക്ടിങ് ഏൺ 1 എന്നുള്ളതാണ്. ആദ്യത്തെ ബോക്സ് ഞാൻ എടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് ഏൺ 2, സെലക്ടിങ് ഏൺ 2. സോ ഇനി ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിൽ നമുക്കറിയാം 2 ഇവന്റുകളാണ്, A1 A2, 2 ആൾക്കാരാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഒന്നെങ്കിൽ അത് ആദ്യത്തേതിൽ നിന്നാകാം, അല്ലെങ്കിൽ അത് രണ്ടാമത്തേതിൽ നിന്നാകാം. ഇനി ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. ഇവിടെ കണ്ണടച്ച് തുറക്കുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ണടച്ചെടുത്ത് കഴിഞ്ഞാൽ 2 ഏണുകൾ മാത്രമാണ്, 2 ബോക്സ് ആണുള്ളത്. അപ്പോൾ രണ്ടിന് എന്താണ്? ഈക്വൽ ചാൻസ് ആണുള്ളത് അല്ലേ? 2 ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ആദ്യത്തെ എടുക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ എടുക്കാം. രണ്ടിന് എന്താണ്? തുല്യ ചാൻസുകളാണുള്ളത്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് A1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് A2 എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? 1/2 ആണ്. ഇനി ആദ്യത്തെ ഏണിൽ നിന്ന് ഒരു ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഗിവൺ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ ബോക്സ് ആണ്. അതിൽ നിന്ന് ആദ്യത്തെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ എത്ര ബോൾ ഉണ്ട്? 8 ബോളുകളുണ്ട്. അതിൽ എത്ര എണ്ണമാണ് ഗ്രീൻ വരുന്നത്? 3 എണ്ണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3/8 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി ഗിവൺ കണ്ടീഷൻ, ഞാൻ രണ്ടാമത്തെ ബോക്സ് ആണ് എടുക്കുന്നത്, രണ്ടാമത്തെ ഏൺ ആണ് എടുക്കുന്നത്. അതിൽ നിന്നൊരു ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണ്? അതിൽ നിന്നൊരു ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത ടോട്ടൽ 5 ബോളുകളാണുള്ളത്. അതിൽ എത്ര എണ്ണമാണ് ഗ്രീൻ വരുന്നത്? 2 എണ്ണമാണ്. വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3/8 പ്ലസ് 1/2 ഇൻറ്റു 2/5 എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു നോക്കിക്കഴിഞ്ഞാൽ 3/16 പ്ലസ് 1/5 ആണ് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി ജസ്റ്റ് ഈ 2 ആൾക്കാരെ ഒന്ന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ 5 3s are 15 പ്ലസ് 16 കൊണ്ട് 1 16 തന്നെ കിട്ടും. ഹോൾ ഡിവൈഡ് ബൈ 16 ഇൻറ്റു 5 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് നമുക്ക് കിട്ടും. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31/80. അതായത് ഒരു ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 31/80 ആണ് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് തിയറം ആണ്. അതൊരു ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പറയും. നേരത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 2 ബോക്സുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഗ്രീൻ കളർ ബോൾ കിട്ടാനുള്ള സാധ്യത. ഇനി ബേസ് തിയറത്തിൽ നേരെ തിരിച്ചാണ് ചോദിക്കുന്നുണ്ടായിരിക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്ന ബോൾ ഗ്രീൻ ആണ്, അത് ആദ്യത്തേതിൽ നിന്നാകാനുള്ള സാധ്യത എത്രയാണ്? അത് രണ്ടാമത്തേതിൽ നിന്നാകാനുള്ള സാധ്യത എത്രയാണ്? സോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? ബേസ് തിയറം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചൊരു വലിയ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഇവിടെ 3 ബാഗുകളുണ്ട്. 3 ബാഗിൽ ആദ്യത്തെ ബാഗ് നോക്കുകയാണെങ്കിൽ, ബാഗ് 1 നോക്കുകയാണെങ്കിൽ അതിൽ 6 റെഡ് കളർ ബോൾസും 4 ബ്ലാക്ക് കളർ ബോൾസും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 10 ബോളുകളുണ്ട്. സെക്കൻഡ് ബാഗ് നോക്കുന്ന സമയത്ത് അവിടെ 4 റെഡ് കളർ ബോൾസ് ഉണ്ട്. അതേപോലെ തന്നെ 6 ബ്ലാക്ക് കളർ ബോൾസ് ഉണ്ട്. ടോട്ടൽ 10 ബോളുകളാണ് അവിടെയും ഉള്ളത്. ഇനി മൂന്നാമത്തെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ, ബാഗ് 3 എടുത്തു കഴിഞ്ഞാൽ അവിടെ 5 റെഡും 5 ബ്ലാക്കും ആണ് ഉള്ളത്. 5 റെഡ് 5 ബ്ലാക്ക്, അങ്ങനെ 10 ബോളുകളാണുള്ളത്. ഇനി 1 ഓഫ് ദി ബാഗ്സ് സെലക്ടഡ് അറ്റ് റാൻഡം. കണ്ണടച്ച് ഞാനൊരു ബാഗ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ബോൾ കിട്ടിയിട്ടുണ്ട്, അത് റെഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് റെഡ് കളറാണ്. അപ്പോൾ അവിടെ ഗിവൺ കണ്ടീഷൻ, കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബോൾ കിട്ടുക എന്നുള്ളതാണ്. ഇനി A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് 1 സെലക്ട് ചെയ്യുക എന്നുള്ളതും, A2 എന്നതിനെ ഞാൻ ബാഗ് 2 എന്നും, A3നെ ഞാൻ ബാഗ് 3 എന്നും എടുക്കുകയാണ്. സെലക്ടിങ് ബാഗ് 3.
ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ഫസ്റ്റ് ബാഗ്. അപ്പൊ ഞാൻ കണ്ണടച്ച് ഒരു ബാഗ് എടുത്തു, ആ ബാഗിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ബോൾ ഏതാണ്? റെഡ് ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ആ റെഡ് കളർ ബോള് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യത്തേതിൽ നിന്നാകാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നേരെ തിരിച്ച് റെഡ് കളർ ബോൾ കിട്ടാനുള്ള ചാൻസ് അല്ല, റെഡ് കിട്ടിയിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളെടുത്ത് പ്രോബബിലിറ്റി ഓഫ് ഗിവൺ കണ്ടീഷൻ റെഡ് കളർ ബോൾ കിട്ടിയിട്ടുണ്ട്, അത് എവിടെ നിന്നായിരിക്കണം? ആദ്യത്തെ ബാഗിൽ നിന്നായിരിക്കണം. അപ്പം എന്താണ്? A1 ഗിവൺ A ആണ് എന്ത് ഇവിടെ നമുക്ക് കണ്ടീഷനായിട്ട് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണോ തന്നിരിക്കുന്നത് A1 ആണെങ്കിൽ ആദ്യം നമ്മളുടെ ന്യൂമറേറ്ററുള്ള വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു A ഗിവൺ A1. ഇയാളെ നേരെ തലകുത്തനെ ഇടുക. A1 ആണെങ്കിൽ A1, A2 ആണെങ്കിൽ A2, അത് എന്താണെന്ന് വെച്ചാൽ അതോടെ കൊടുക്കാം. ഇനി ഹോൾ ഡിവൈഡ് ബൈ താഴെ വരുന്നത് നമ്മളുടെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറമാണ്. താഴെ വരുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറത്തിന്റെ ആൾ തന്നെയാണ്. 3 ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ A1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ A2 പ്ലസ് മൂന്നാമത്തെ ആള് പ്രോബബിലിറ്റി ഓഫ് A3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ A3. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് ഇനി നെക്സ്റ്റ് വരുന്നുണ്ടായിരിക്കുക? നോക്കിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇവിടെ 3 ബാഗുകളാണുള്ളത് അല്ലേ? നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ബാഗുകളാണ് നമുക്കുള്ളത്. സോ ഓരോന്നും കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആൾക്ക് എന്താണ്? ഈക്വൽ ചാൻസുകളാണ് ഉള്ളത്. ടോട്ടൽ എത്ര ബോൾ ഉണ്ടെന്ന് പറഞ്ഞ ബാഗ് 3 ബാഗുകളാണ്. അപ്പോൾ 1/3 1/3 1/3 ആണ് ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് കളർ ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇവിടെ 10 ബോളുകൾ ഉണ്ട്. അതിൽ എത്ര എണ്ണമാണ് റെഡ് വരുന്നത്? 6 എണ്ണമാണ് റെഡ് വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ A2 അതായത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് കളർ ബോൾ കിട്ടാനുള്ള ചാൻസ്. രണ്ടാമത്തെ ബാഗിലും 10 ആളുകളുണ്ട്. അതിൽ എത്ര എണ്ണമാണ് റെഡ് വരുന്നത്? 4 എണ്ണമാണ് റെഡ് വരുന്നത്. ഇനി മൂന്നാമത്തെ ബാഗിൽ നോക്കുകയാണെങ്കിലോ അവിടെ എത്ര റെഡ് കളർ ബോൾസ് കിട്ടാനാണ് ചാൻസ്? ടോട്ടൽ 10 എണ്ണം. അതിൽ 5 എണ്ണം എന്താണ്? റെഡ് ആണ് വരുന്നത്. എല്ലാ വാല്യൂസും ആയിട്ടുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം, ആൻസറിലേക്ക് എത്താം. എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 6/10 1/3 ഇൻറ്റു 6/10 whole divided by 1/3 ഇൻറ്റു 6/10 പ്ലസ് ഇനി എല്ലാ ആൾക്കാരും ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. 1/3 ഇൻറ്റു 4/10 1/3 ഇൻറ്റു 4/10 പ്ലസ് ലാസ്റ്റിലത്തെ ആൾ 1/3 ഇൻറ്റു 5/10. എല്ലാവരും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 6/30 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ 6/30 പ്ലസ് 4/30 പ്ലസ് 5/30. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ 6/30 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 10 പ്ലസ് 5 15/30 എന്ന് കിട്ടും. ഇനി നേരെ എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 6/30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 15 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. 30 ക്യാൻസൽ ആയി. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6/15 ആണ്. ഒന്നും കൂടെ അത് വേണമെങ്കിൽ 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2/5 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/5. 2/5 എന്ന് പറഞ്ഞാൽ 0.4 ആണ് നമുക്ക് അവിടെ പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. കിട്ടിയിരിക്കുന്ന റെഡ് കളർ ബോളാണ്. അത് ആദ്യത്തേതിൽ നിന്നാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ വരുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. ബേസ് തിയറം അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രോബബിലിറ്റി. ഇത് എന്തായാലും എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ മാർക്കിന്, ചെറിയ മാർക്കിനാണ് നമ്മൾക്ക് 1 മാർക്കിനാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ ഈ ഒരു ഇക്വേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന്റെ ഇക്വേഷൻ ആണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് അതേപോലെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് റിപ്പീറ്റഡ്ലി വരുന്നതാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.